ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ? നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചതാ ഞാനൊരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കാൻ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും, പിന്നെ നമ്പ്യാര് വിവരം അറിയും. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കടയാടി മോനെ. അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്. ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാനുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം. ഞാനിവിടെ പറയുന്നില്ല, വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. ഇത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണം. ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത്. ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ 5000-ലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോവുകയാണെന്ന്. പക്ഷെ അത്ര ആൾക്കാരില്ല. എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല. അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറി അഭിഷേകമാണുള്ളത്. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ. എടോ തന്നെ വിളിച്ചോ ഞാൻ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് ഈ കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്ന്. സത്യമാണ്. പുള്ളി 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഞാൻ പോകുന്നു. ബൈ ബൈ.